ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള 2ാം ക്ലാസ്സിൻ്റെ ഉലൂമുദ്ദീൻ്റെ അദ്റസുസാനി അഷ്റ 12ാമത്തെ പാഠം എന്താണ്? നമുക്ക് ഹുവല്ലാഹു ഖാലിഖ്, അള്ളാഹു താലയാണ് സൃഷ്ടാവ് എന്ന പാഠമാണ്. നമുക്ക് പാഠം വായിച്ച് മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമുക്ക് എക്സാം ഒന്നും കഴിഞ്ഞില്ല. ഇനി ബാക്കിയുള്ള പാഠങ്ങളുടെ മുഴുവനായിട്ടുള്ള എക്സാമാണ് നമുക്ക് അവസാനം വരിക. അപ്പോൾ ഇതുവരെയുള്ള പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാമിന് എത്രത്തോളം മനസ്സിലാക്കി പഠിക്കാനും എഴുതാനും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് പേപ്പർ കിട്ടിയാൽ അറിയാമല്ലോ അല്ലേ? അപ്പോൾ എഴുത്താണ് നിങ്ങൾ ഇനി പഠിക്കേണ്ടത്. അറബി മലയാളം വായനയും എഴുത്തും നന്നായി മനസ്സിലാക്കുക. ഇനി പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ കഴിയാത്ത രക്ഷിതാക്കളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറഞ്ഞ ഫീസിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. വേണ്ടവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, 82 89 89 29 85 ഈ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക, ഉപകാരപ്പെടുത്തുക. ഓക്കെ, എന്താണ്? ഹായ്, നോക്കൂ, നമ്മുടെ മുല്ല വിടർന്നു, പൂമ്പാറ്റകളെത്തി, എന്തൊരു ഭംഗി. പൂമ്പാറ്റയ്ക്ക് ഈ പുള്ളിയുടുപ്പ് എവിടുന്നാണ് കിട്ടിയത്? നാജിയ ചോദിച്ചു. ഉമ്മ, മോളെ, അതിനെ അല്ലാഹു തആല അങ്ങനെയാണ് പടച്ചത്. സുഗന്ധം പരത്തുന്ന പൂക്കൾ, ആകാശത്തു മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ, പാലൊളി വിതറുന്ന അമ്പിളി, എല്ലാം പടച്ചത് അല്ലാഹു തആലയാണ്. രാവിലെ സൂര്യനുദിക്കുന്നു, അതോടെ പകൽ തുടങ്ങുന്നു. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നു, അപ്പോൾ രാത്രിയാകുന്നു. ഇതെല്ലാം അല്ലാഹു തആലയുടെ സൃഷ്ടിയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കിയത്? അല്ലാഹു തആലയാണ് എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. പൂമ്പാറ്റക്ക് ഭംഗിയുള്ള പുള്ളിയുടുപ്പ് നൽകിയതും, സുഗന്ധം പരത്തുന്ന പൂക്കൾ, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ, പാലൊളി വിതറുന്ന അമ്പിളി ഒക്കെ പടച്ചത് അല്ലാഹു തആലയാണ്. സൂര്യൻ ഉദിക്കുന്നു, അതോടെ പകൽ തുടങ്ങുന്നു. സൂര്യൻ അസ്തമിക്കുന്നു, അപ്പോൾ രാത്രിയാകുന്നു. ഇതൊക്കെ അല്ലാഹു തആലയുടെ സൃഷ്ടിയാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കണം? ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ഉത്തരം എഴുതണം. എങ്ങനെ എഴുതാം? രാത്രിയാകുന്നു എപ്പോൾ? സൂര്യൻ അസ്തമിക്കുന്നു, അപ്പോൾ രാത്രിയാകുന്നു. പകൽ തുടങ്ങുന്നു എപ്പോൾ? സൂര്യൻ ഉദിക്കുന്നു, അപ്പോൾ പകൽ തുടങ്ങുന്നു. പിന്നെ ഇതിൽ നിന്ന് വരുന്ന പൂമ്പാറ്റകൾ, പുള്ളിയുടുപ്പ്, പിന്നെന്താണ്? സുഗന്ധം, മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ, അമ്പിളി, പിന്നെന്താണ്? സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, സൃഷ്ടിയാണ്. ഈ വേർഡ്സുകളൊക്കെ നന്നാക്കി മനസ്സിലാക്കി പഠിക്കണം. അതിലുള്ള പ്രത്യേകതയായിട്ട് വരുന്ന അക്ഷരങ്ങൾ, അറബി മലയാള അക്ഷരങ്ങൾ, മിന്നിത്തിളങ്ങുന്ന ള, ങു, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് കിതാബത്തെ എക്സാമിനൊക്കെ എഴുതാൻ വരും. സുഗന്ധം എന്നൊക്കെ 3 രീതിയിൽ തന്നിട്ട് ഇതിലേതാണ് ശരിയായ സുഗന്ധം എന്നതൊക്കെ നമ്മളോട് ചോദിക്കും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് അതിന് തിരിച്ചറിയാൻ അങ്ങനെ ഈ കാഫ് വരുന്നതാണ്. പിന്നെ നായും ദായും വരണം, ഹ വരണം, അതാണ് ശരിയായ സുഗന്ധം എന്നതൊക്കെ നമുക്ക് എടുത്തെഴുതാൻ കഴിയണം. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ്, ഇമ്പോർട്ടൻ്റ് വേർഡ്സൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് എന്താണ് എഴുതി പഠിക്കുക. സൂര്യൻ, സൂര്യൻ എന്നതിൽ ര്യാ വരുന്ന ഈ പ്രത്യേക എഴുത്ത്, മനസ്സിലായില്ല? അതൊക്കെ മനസ്സിലാക്കുക. അതാണ് വേണ്ടത്. ഇനി ബാക്കി വായിക്കാം. വെയിൽ നൽകുന്നതും മഴ വർഷിപ്പിക്കുന്നതും അവൻ തന്നെ. ഈ ഭൂമിയും അതിലെ ജീവജാലങ്ങളുമെല്ലാം അവൻ പടച്ചതാണ്. എല്ലാറ്റിനും ഭക്ഷണം നൽകുന്നത് അവനാണ്, പരിപാലിക്കുന്നതും അവൻ തന്നെ. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവൻ ഏകനാണ്, അവനെപ്പോലെ ആരുമില്ല, അവൻ ഒരാളെ പോലെയുമല്ല, അവൻ അന്യാശ്രയമില്ലാത്തവനാണ്, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്,
അവൻ എല്ലാം അറിയുന്നവനും എല്ലാം ചെയ്യാൻ കഴിവുള്ളവനുമാണ്. അല്ലാഹു തആല നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും നൽകും. അപ്പോൾ ഇവിടുന്ന് എന്തൊക്കെ മനസ്സിലാക്കണം? എല്ലാം നൽകുന്നത് അല്ലാഹു ആണ് അല്ലേ? എല്ലാറ്റിനും ഭക്ഷണം നൽകുന്നതും ഈ ഭൂമിയിലെ ജീവജാലങ്ങളൊക്കെ പഠിച്ചതും അവയെ പരിപാലിക്കുന്നതും മഴ വർഷിപ്പിക്കുന്നതും വെയിൽ നൽകുന്നതും ഒക്കെ ആര് എന്ന ചോദ്യം വരും. മഴ വർഷിപ്പിക്കുന്നത് ആര്? അല്ലാഹു. ഓക്കെ, അങ്ങനെ എങ്ങനെ എന്തു ചോദിച്ചാലും അല്ലാഹു അല്ലാതെ ഡാഷ് എന്താണ് ഇലാഹില്ല. അവൻ ഏകനാണ്. ആര്? അല്ലാഹു. എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനും ഒക്കെ അല്ലാഹു തആലയാണ്. മനസ്സിലാക്കുക. നന്മ ചെയ്തവർക്ക് നൽകും എന്ത്? സ്വർഗം. നന്മ ചെയ്തവർക്ക് അല്ലാഹു തആല നൽകും എന്ത്? സ്വർഗം. തിന്മ ചെയ്തവർക്ക് എന്താ നൽകുക? നരകം. അപ്പോൾ അതൊക്കെ ചോദ്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതിന്ന് സ്വർഗം, നരകം, പിന്നെ കഴിവുള്ളവൻ, കേൾക്കുന്നവൻ, പിന്നെ അതേപോലുള്ള ഭക്ഷണം, ഭക്ഷണത്തിൻ്റെ ക്ഷ, ബ, ഭൂമി. അപ്പോൾ അതൊക്കെ വർഷിപ്പിക്കുന്നവൻ അങ്ങനെയൊക്കെ ഉള്ള പ്രത്യേക വേർഡ്സുകളൊക്കെ മനസ്സിലാക്കി പഠിക്കണം. ഹുവല്ലാഹു ഖാലിഖു എന്താണ്? അല്ലാഹു തആലയാണ് സൃഷ്ടാവ്. പിന്നെ ഇതിൽ വരുന്ന അറബി മലയാളമാണല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് കൂടെ. അപ്പോൾ നമ്മൾ പാലൊളി വിതറുന്ന അമ്പിളി. എന്താണ് അമ്പിളി എന്ന് പറഞ്ഞാൽ? മൂണ് അല്ലേ? മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർ. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് വർക്ക് ബുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വർക്കിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഇതിനോട് പൂർത്തിയാക്കി കൊടുക്കണം. അല്ലാഹു തആല എന്ന് ചേർത്തിട്ട് നമുക്ക് പാഠഭാഗത്തിൽ പഠിച്ചത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. എന്തൊക്കെ നമുക്ക് എഴുതാം ഇവിടെ? അപ്പോൾ മുമ്പട്ട വീഡിയോക്കൊക്കെ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എഴുതിയിട്ടൂടെ, കുട്ടികൾക്കത് നോക്കി എഴുതാൻ എളുപ്പം. പക്ഷെ നമ്മൾ ഒരു കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ഉപയോഗിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ എഴുതി കാണിച്ചു കൊടുക്കലല്ല ശരിയായ രീതി. നമ്മളത് പാഠബുക്കിലുള്ള കാര്യമാണെങ്കിൽ അത് നമ്മൾ അവിടെ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ആ പാഠബുക്കിൽ അടയാളപ്പെടുത്തുക. കുട്ടി അത് വായിച്ചിട്ട് അതിൽ നിന്ന് നോക്കി പകർത്തി എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ആ രീതി നിങ്ങൾ ഫോളോ ചെയ്താൽ കുട്ടിക്ക് അറബി മലയാളം വായിക്കാനും എഴുതാനും ഏത് ചോദ്യം കണ്ടാലും ഉത്തരങ്ങൾ എഴുതാനൊക്കെ കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ടുള്ള കാലം പോവാൻ കഴിയും. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അല്ലാഹു തആല എന്നുള്ളിടത്ത് നമ്മൾ അല്ലാഹു തആലയുടെ വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? അപ്പോൾ നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. വെയിൽ നൽകുന്നത് അല്ലാഹു തആല, മഴ വർഷിപ്പിക്കുന്നത് അല്ലാഹു തആല, പിന്നെ ജീവജാലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നു അല്ലാഹു തആല, ഭക്ഷണം നൽകുന്നു അല്ലാഹു തആല, പിന്നെ ഏകനാണ് അല്ലാഹു തആല, അങ്ങനെ എല്ലാം കാണുന്നവൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി എഴുതുക അല്ലാഹു തആലയുടെ വിശേഷണങ്ങൾ. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല മഴ വർഷിപ്പിക്കുന്നു, അല്ലാഹു തആല ജീവജാലങ്ങളെ പരിപാലിക്കുന്നു, അല്ലാഹു തആല ആരെ പോലെയുമല്ല, അല്ലാഹു തആല അന്യാശ്രയമില്ലാത്തവൻ, അല്ലാഹു തആല എല്ലാം കാണുന്നവൻ, അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവൻ, അല്ലാഹു തആല എല്ലാം അറിയുന്നവൻ. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇത് പറഞ്ഞുകൊണ്ട് പിന്നെ അല്ലാഹു തആല ചേർത്ത് പറയാം. നമ്മെ പടച്ചവൻ അല്ലാഹു തആല, ഭൂമി പടച്ചവൻ അല്ലാഹു തആല, ജീവജാലങ്ങളെ പടച്ചവൻ അല്ലാഹു തആല, ഭക്ഷണം നൽകുന്നവൻ അല്ലാഹു തആല, ഏക ഇലാഹ് അല്ലാഹു തആല, എല്ലാവരുടെയും ആശ്രയം അല്ലാഹു തആല, സ്വർഗവും നരകവും നൽകുന്നവൻ അല്ലാഹു തആല. അപ്പോൾ അത് ഇതുപോലെ എഴുതി അത് പൂർത്തിയാക്കുക. പാഠഭാഗത്തു നിന്ന് നോക്കുക, അക്ഷരത്തെറ്റില്ലാതെ. ഇതൊക്കെ അതിലുണ്ട്, നമ്മൾ വായിച്ചില്ലേ? സ്വർഗവും നരകവും നൽകുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എഴുതുക. അടുത്തത് എന്താണ്? നുജിബ്, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. എന്താ? അല്ലാഹു തആലയുടെ വിശേഷണങ്ങളിൽ നിന്ന് 3 എഴുതുക. അല്ലാഹു തആലയുടെ വിശേഷണങ്ങൾ. അല്ലാഹു തആലയുടെ വിശേഷണമാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. മഴ വർഷിപ്പിക്കുന്നു, എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം അറിയുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ നോക്കിയിട്ട് അള്ളാഹുവിൻ്റെ 3 വിശേഷണങ്ങൾ എഴുതുക. അതുപോലെ അടുത്തതെന്താണ്? അല്ലാഹു തആലയുടെ സൃഷ്ടികളിൽ നിന്ന് 5 പേര് എഴുതുക. അല്ലാഹു തആല സൃഷ്ടിച്ച 5.
എന്തൊക്കെയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്? താരങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, പിന്നെ മനുഷ്യർ, ജീവജാലങ്ങൾ ഒക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ അവിടെ അതൊന്ന് 5 എഴുതാം, മനസ്സിലാക്കുക. ഇനി നുൻഷിദുൽ ജുമുല, വാക്യം നിർമ്മിക്കണം. നമുക്ക് താരങ്ങൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? താരങ്ങൾ എന്ന് വരുന്ന ഒരു വാക്യം, ഇതിപ്പോൾ ഒരു വാക്കാണ്, അതിനൊരു വാക്യമാക്കണം. നമ്മൾ വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയും മലയാളത്തിൽ, മനസ്സിലായില്ലേ? അപ്പോൾ താരങ്ങൾ, ആകാശം നിറയെ താരങ്ങൾ, അങ്ങനെ എഴുതാം. ആകാശം നിറയെ താരങ്ങൾ. പാഠഭാഗത്ത് എന്താ വന്നത്? ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ, അങ്ങനെ എഴുതിയാലും മതി. നമ്മൾക്ക് അതിലും നല്ല നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന വേർഡ്സുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണ് വേണ്ടത്. താരങ്ങൾ എന്നുള്ള വാക്ക് അതിലുണ്ടായാൽ മതി, മനസ്സിലായില്ല? അപ്പോഴാണ് നമുക്ക് അറബി മലയാളം എഴുതുന്ന രീതിയൊക്കെ പെട്ടെന്ന് പഠിക്കാൻ കഴിയുള്ളൂ. അമ്പിളി എന്താണ്? പാലൊളി വിതറുന്ന അമ്പിളി, അത് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പാലൊളി വിതറുന്ന അമ്പിളി എന്താണ്? അതുപോലെ നമുക്ക് അമ്പിളി വെച്ചിട്ട് വേറെ എന്ത് എഴുതാം? ആകാശത്ത് അമ്പിളിയുണ്ട്, അങ്ങനെ എഴുതിക്കൂടെ? ആകാശത്ത് അമ്പിളിയുണ്ട്, അങ്ങനെ എഴുതാം. പിന്നെന്താണ്? ജീവജാലങ്ങൾ, എന്തെഴുതാം? ജീവജാലങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അപ്പം ജീവജാലങ്ങൾ എന്ന് എഴുതാം, അവിടെ നോക്കാം. എന്നിട്ട് അള്ളാഹു തആലയുടെ സൃഷ്ടികളാണ്. അങ്ങനെ നമ്മൾ എവിടെയാണ് ആ വേർഡ്സ് ഉള്ളത് അവിടെയൊക്കെ നോക്കിയിട്ട് എഴുതി അതൊരു വാക്യമാക്കുക, അതാണ് വേണ്ടത്. അടുത്തതാ സുഗന്ധം, എന്താണ്? സുഗന്ധം പരത്തുന്ന പൂക്കൾ, സുഗന്ധമുള്ള പൂവ് എന്നൊക്കെ എഴുതാം. സുഗന്ധം എന്നുള്ള വേർഡ്സ് അതിലുണ്ടായാൽ മതി. നല്ല സുഗന്ധം, ഈ പൂവിന് നല്ല സുഗന്ധം, മുല്ല വിടർന്നു നല്ല സുഗന്ധം എന്നൊക്കെ എഴുതാം. സുഗന്ധം അതിൽ വന്നാൽ മതി. പിന്നെന്താ? തുടങ്ങുന്നു, എന്താണ്? സൂര്യൻ ഉദിച്ചു അതോടെ പകൽ തുടങ്ങുന്നു എന്ന് നമ്മൾ പാഠത്ത് പഠിച്ച്. സൂര്യൻ ഉദിക്കുന്നു അതോടെ പകൽ തുടങ്ങുന്നു. ഈ തുടങ്ങുന്നു വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? എഴുതാൻ തുടങ്ങി, തുടങ്ങുന്നു, ഞാൻ എഴുതാൻ തുടങ്ങുന്നു, മദ്രസ ക്ലാസ് തുടങ്ങുന്നു, ഞാൻ വായിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആ തുടങ്ങുന്നു അതിലുണ്ടായാൽ മതി അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് കൂടെ നുൻഷിദ്, ഒരു പാട്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ ബാക്കി പൂർത്തിയാക്കി കൊടുക്കാനാണ്. ഇവിടെ അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി യഹ്ദീന, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി യർസുഖ്ന. അപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ റബ്ബി റബ്ബി എന്ന് ഇതിവിടെ നോക്കിയിട്ട് അതേപോലെ എഴുതാം. പിന്നെ അതേപോലെ അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി യർഹമുന, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി നഷ്കുറുഹു, അല്ലാ അല്ലാ അല്ലാഹു റബ്ബി റബ്ബി നദൂഹു. അങ്ങനെ അത് പൂർത്തിയാക്കി കൊടുക്കട്ടോ. അപ്പോൾ എത്രയാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും അതിലെ ഇമ്പോർട്ടൻസ് വേർഡ്സൊക്കെ എഴുതി പഠിക്കുക, വായിച്ച് മനസ്സിലാക്കുക, കൂടുതൽ വായിക്കുക. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വായനയും എഴുത്തും എളുപ്പമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.